വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ദിവാലി സ്പെഷ്യലായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആയിട്ടാണ്. അപ്പോൾ ഗുലാബ് ജാമുനാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. രണ്ട് തരത്തിലുള്ള ഗുലാബ് ജാമുൻ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാമുനും അതേപോലെ തന്നെ പാൽപ്പൊടി വെച്ചിട്ടുള്ള ഗുലാബ് ജാമുനും. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള നമ്മളെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുട്ടികളുടെ പ്രിയപ്പെട്ട പൊട്ടറ്റോ കൊണ്ടുള്ള ഗുലാബ് ജാമുനാണ്. നിങ്ങൾ എത്ര പേര് തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ? ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ വിനാസ് കരുവലിന്റെ സ്ഥിരം വ്യൂവർ ആയിട്ടുള്ള പ്രസന്ന ചേച്ചിയാണ്. പ്രസന്ന സേതുമാധവൻ പട്ടാമ്പിയിലുള്ള ചേച്ചിയാണ്. അപ്പൊ ചേച്ചി ലോക്ക്ഡൌണിലാണ് ഈ റെസിപ്പി എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ കൊള്ളാം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഒട്ടും തന്നെ താമസിയാതെ നിങ്ങൾക്ക് ദിവാലി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നതാണിത്. അപ്പൊ ചേച്ചി ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗുലാബ് ജാമുൻ പോലെ നിങ്ങൾ വിചാരിക്കരുത്. അപ്പൊ സാധാരണ ഗുലാബ് ജാമുനായിട്ട് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇത് ആകെപ്പാടെ 2 ഇൻഗ്രീഡിയന്റ് മതി. അപ്പോൾ പൊട്ടറ്റോ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവന്മാർക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കൊച്ചു കൊച്ചു പോയിന്റ്സ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ ശ്രദ്ധിച്ച് കാണുക, അതിനുശേഷം ഉണ്ടാക്കി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒട്ടും സമയം കളയാണ്ട് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിലുള്ള പൊട്ടറ്റോ വെച്ചുള്ള ഗുലാബ് ജാമുൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഈ പൊട്ടറ്റോ പുഴുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഒരുപാട് വെള്ളത്തിൽ നിങ്ങൾ പുഴുങ്ങാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കുക്കറിൽ, ചെറിയ കുക്കറിൽ ഇട്ടതിന് ശേഷം ഒരു വിസില്, അതിനുശേഷം കുറച്ച് നേരം അതിന്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. ഒരുപാട് അങ്ങ് കുതിർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ ഇരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഉതിർന്ന് വരണം. അതുപോലെ ആയിരിക്കണം പൊട്ടറ്റോ. അല്ലാത്ത രീതിയിൽ ഒരുപാട് അങ്ങനെ വെള്ളം ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പൊട്ടറ്റോ വെച്ച് ചെയ്യുകയാണെങ്കിൽ ശരിയാവില്ല. ആദ്യമേ തന്നെ ഞാൻ പറയാം. അതുകൊണ്ട് പൊട്ടറ്റോ വേവിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ച് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ പൊട്ടറ്റോ വേവിച്ച് വെച്ചത് നമുക്കൊരു ഗ്രേറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ഞാനിവിടെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഞാൻ ഒരു വലിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ചെയ്യുന്നില്ല. അതേസമയം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൊട്ടറ്റോ വേവിക്കാവുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ചെറിയൊരു അളവിൽ ചെയ്താൽ മതി. നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം വലിയൊരു അളവിൽ ചെയ്താൽ മതിയാകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഗ്രേറ്ററിൽ കൂടെ ഈ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വെള്ളം കൂടി കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. മൊത്തത്തിൽ ഇതുപോലെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. ഞാനിവിടെ മൊത്തത്തിൽ പൊട്ടറ്റോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ആ ഷുഗർ സിറപ്പ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സോസ് പാനിലോട്ട് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയുടെ കൂട്ടത്തിൽ കൂടെ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് പഞ്ചസാര ഉരുക്കിയെടുക്കണം. അപ്പൊ ഞാൻ എൻ്റെ എല്ലാ ഗുലാബ് ജാമുന്റെ റെസിപ്പിയിലും പറയാറുണ്ട്, നമ്മുടെ ഈ വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി ഒരിക്കലും 1 സ്ട്രിങ് ആവണ്ട, ഒറ്റനൂൽ പരിവ് ആവണ്ട, തിക്കായാൽ മാത്രം മതിയാകും. ഒരുപാട് ഒറ്റനൂൽ പരിവായി കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നമ്മൾ ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്തിട്ട് ഇടുമ്പോൾ ഉള്ളിലോട്ടൊട്ടും തന്നെ പിടിക്കുന്നില്ല, ഉള്ളിലോട്ടൊട്ടും തന്നെ ആ സിറപ്പ് കയറുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ ഒറ്റനൂൽ പരിവാക്കാറില്ല. സാധാരണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലിന്റെ ഒക്കെ കൺസിസ്റ്റൻസി പോലെ ഒരു ഇച്ചിരി തിക്കാവണമെന്ന് മാത്രമേ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോ 3-4 ഏലക്കായ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അതിന്റെ തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഏലക്കയുടെ പൊടി ഇടുന്നില്ല. ഏലക്കയുടെ പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഏലക്കയുടെ പൊടി ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ പൊന്തി കിടക്കും, കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ്. മാത്രമല്ല ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കളയുകയും ചെയ്യും. ഒരു 6 ഏലക്കായ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാ സത്ത് ഇറങ്ങിയതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് അലിയട്ടെ. ഇതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമുള്ളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് വാട്ടർ ആണ്. ഇപ്പൊ റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പനിനീര് അല്ലേ, അപ്പൊ പനിനീരായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ റോസ് എസെൻസ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞി നമ്മുടെ എസെൻസ് പോലെ വാങ്ങിക്കാൻ കിട്ടും ചെറിയൊരു കുപ്പിയിൽ. അതാണെങ്കിൽ ഒരു അല്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതേസമയം റോസ് വാട്ടർ ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ആകാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് റോസ് വാട്ടറിന്റെ വാസന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ഗുലാബ് ജാമുൻ എന്ന് പറയുമ്പോൾ റോസ് വാട്ടറിന്റെ ഒരു ചെറിയൊരു സ്മെല്ല് ഉണ്ടാവണം. അങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ഗുലാബ് ജാമുൻ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടാറുള്ളത്. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലത്തെ സാഫ്രോൺ ഉണ്ടെങ്കിൽ, അതായത് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ 1-2 കുങ്കുമപ്പൂവിലേക്ക് ഇട്ട് കൊടുക്കുക, ഒരു നല്ല കളറിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പഞ്ചസാര ലൈന് നന്നായിട്ട് തിളച്ച് ഇത്തിരി തിക്കാവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കൊന്നും വേണ്ട.
പിന്നെ നമ്മുടെ മധുരത്തിനൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. എന്ത് മധുരം ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് നിർബന്ധമാണ് കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ശരിക്കും ആ ഒരു മധുരത്തിന്റെ ടേസ്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ എന്തോ സംതിങ് എവിടെയോ ഒരു മിസ്സിങ് പോലെ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും. അതൊരു ഉപ്പിന്റെ കുറവാണ്. ഒരു നുള്ളു ഉപ്പ്, അതേസമയം ഉപ്പ് കൂടാനും പാടില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക. നന്നായിട്ട് തിളച്ചിട്ടൊന്ന് കുറുകട്ടെ കേട്ടോ. ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ പനിനീര് ഒഴിച്ചു കൊടുക്കാം. അതായത് റോസ് വാട്ടർ. റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ കുക്കിങ്ങിനുള്ളതോ ആണോ എന്ന് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കാൻ മറക്കരുത്. ചിലപ്പോൾ ബ്യൂട്ടി പർപ്പസിന് വേണ്ടി മാത്രം കിട്ടുന്നതുണ്ടാവും. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റോസ് വാട്ടർ. ഒന്നും കൂടെ ഒന്ന് തിക്കാവാനുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മാറ്റി അപ്പുറത്തടുപ്പിലോട്ട് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു തിക്നെസ് ഉണ്ട്. ഒരു ഓയിൽ ഒരു പരുവായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു അല്പം ഒരു 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ടേസ്റ്റും കൂടും. അതുപോലെ തന്നെ ഷുഗർ ക്രിസ്റ്റലൈസ് ആവില്ല ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. ഒരുപാട് ഒഴിക്കരുത്. ഞാൻ 1/2 ടീസ്പൂണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ വേറൊരു കാര്യം, ഇതിലേക്ക് ഞാൻ ഒരല്പം എന്ന് പറഞ്ഞാൽ ഒരല്പം മാത്രം, ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല, നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു നെയ്യിൻ്റെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. നമ്മൾ ജിലേബിയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഒരല്പം നെയ്യിൻ്റെ ഫ്ലേവർ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ ചെറിയൊരു നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടാവാറുണ്ട് ഗുലാബ് ജാമുന്. അല്ലെങ്കിൽ നമ്മൾ ഗുലാബ് ജാമുന് അതിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ചിലർ നെയ്യിൽ തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഓയിലാണ് വറുത്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റാണ് എനിക്ക് എടുത്ത സമയം. ഒരു ചെറിയൊരു ഓയിൽ കണക്ക് കൺസിസ്റ്റൻസി. നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാൻ നേരത്തെ ഉരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണ്. അത് കറക്റ്റ് 1 കപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഉണ്ടായിരിക്കണം പൊട്ടറ്റോ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. പിന്നെ മാത്രമല്ല, ഇതിലൊരിക്കലും നിങ്ങൾ ഉപ്പിടാൻ പാടില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോയിലെ വെള്ളം അങ്ങ് പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ നമ്മൾ ഉപ്പിടാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആട്ട. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആട്ട മതിയെങ്കിൽ ആട്ട ചേർത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ മിൽക്ക് പൗഡർ ഇല്ലേ, മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ മിൽക്ക് പൗഡർ ചേർക്കുന്നില്ല. മിൽക്ക് പൗഡർ ഉള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഏതെങ്കിലും ഒന്ന് മതി. ഒരല്പം, ഒരു നുള്ള് മാത്രമായിട്ട്, ഒരുപാടാവാൻ പാടില്ല, ശ്രദ്ധിക്കുക. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഞാൻ എനിക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരു നുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നെയ്യോ ബട്ടറോ ഓയിൽ എന്തായാലും മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതങ്ങ് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരുവത്തിലേക്ക് അങ്ങ് കുഴച്ചെടുക്കുക. പൊട്ടറ്റോ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും പൊട്ടറ്റോ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ എൻ്റെ അത് കൊളായി പോയി. കാരണം പൊട്ടറ്റോ ഒരുപാട് കുക്കായിട്ടുണ്ടായിരുന്നു. കുക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടറ്റോ. അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് മാവാക്കി എടുക്കാൻ പറ്റില്ല. അപ്പം അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് 2-3 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ ഗുലാബ് ജാമുന് വേണ്ടിയിട്ട് ഉരുട്ടി വെക്കാം. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഒരല്പം പാൽ ഒഴിക്കാം. പക്ഷേ ഇത് കറക്റ്റാണ്. എനിക്ക് നല്ല സാധാരണ ഇതിന് ഉരുട്ടണ പോലെ അങ്ങ് ഉരുട്ടി വിള്ളലുകളൊന്നും ഇല്ലാതെ അങ്ങ് ഉരുട്ടിയെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഞാൻ ഉരുട്ടിയെടുക്കട്ടെ. ഞാൻ ചെറിയ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറവുണ്ടെന്നാണ്. അപ്പോൾ ഒരല്പം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരല്പം മാത്രം, നമ്മൾ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആകപ്പാടെ വീണ്ടും വെറ്റായിട്ട് മാറും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കൈ ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഇപ്പോൾ ഓയിൽ തടവണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വെള്ളം തടവിയതിന് ശേഷം ഉരുട്ടി കൊടുത്താലും നല്ല ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരും. മൊത്തത്തിൽ ഞാനത് ഉരുട്ടി ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, കയ്യിൽ വെള്ളം ജസ്റ്റ് ഒന്ന് തടവിയതിന് ശേഷം നന്നായിട്ട് ഉരുട്ടിയെടുത്തപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ ഒട്ടും ക്രാക്ക് ഇല്ലാണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ബോൾസ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു ചെറിയ സോസ് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായി ഒരു മീഡിയം ചൂടാവട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ചായിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് എന്താ വെച്ചാൽ നമുക്ക് മൂടി ഒന്ന് വെക്കണം. തുറന്ന് വെക്കേണ്ട, ഒരു തുണി കൊണ്ടൊന്ന് മൂടി വെച്ചേക്കാം. അപ്പം ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. കാരണം ചെറിയ ചൂടുള്ള ഷുഗർ സിറപ്പിലോട്ടാണ് നമുക്ക് വറുത്ത് കോരിട്ടേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ അപ്പോൾ ഒന്ന് നന്നായി ചൂടാക്കിയതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്തിട്ടേക്കാം. അല്ലെങ്കിൽ ചെറിയ തീയിലങ്ങ് ഇട്ടാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അത് നന്നായി ചൂടാക്കിയതിന് ശേഷം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഷുഗർ സിറപ്പ്. ചൂടുള്ള ഷുഗർ സിറപ്പിലോട്ട് ഇടുമ്പോഴാണ് നന്നായിട്ട് അതിലോട്ട് നമ്മുടെ ഈ
ഗുലാബ് ജാമുനിലോട്ട് ആ ഷുഗർ സിറപ്പ് കയറുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എണ്ണയുടെ ചൂട് മീഡിയം ആയിരിക്കണം. ഓവർ ആയിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇട്ട വശം തന്നെ ഈ ബോള് ഭയങ്കരമായിട്ട് അങ്ങ് കരിഞ്ഞു പോകുമ്പോൾ ഉള്ളിൽ അങ്ങ് കുക്കാവില്ല. അത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും എടുത്ത് പറയുന്നത് ഓരോ കാര്യങ്ങളെ. പിന്നെ എൻ്റെ അടുത്ത് ഓയിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കുഴിയുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഓയിൽ ഉണ്ടെങ്കിൽ വലിയ വൈഡായുള്ള പാത്രമാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇത് വറുത്തെടുക്കണം. അപ്പോൾ മീഡിയം ചൂടായെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ഒരെണ്ണം കറക്റ്റായിട്ട് ഒരെണ്ണം ഇട്ട് കൊടുത്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഇട്ട വശം തന്നെ അത് തിരിച്ചിടാൻ പാടില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾ ഇങ്ങനെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഉരുട്ടി എടുക്കുക കേട്ടോ. അതുപോലെ ചെയ്യണം, അത് മറക്കരുത്. പിന്നെ ചൂട് എപ്പോഴും മീഡിയം ആയിരിക്കണം, അതും ശ്രദ്ധിക്കണം. അപ്പം അതൊക്കെ ഹാൻഡിൽ ചെയ്യണം. നമ്മളിത് പൊട്ടറ്റോ ആണ്, അത് മനസ്സിൽ ഓർത്തിട്ട് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ചില പാത്രങ്ങളിൽ ഞാനൊരു പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റീലിന്റെ പാത്രം, സ്റ്റീലിന്റെ ഒരു കടായി, സ്റ്റീലിന്റെ എന്താ പറയുക ചീനച്ചട്ടി പോലെ സംഭവം. അതിൽ ഞാൻ ഇതേപോലെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടിട്ട് ഈ സാധനം ഇട്ട വശം തന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിന്റെ താഴെ അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ട് ഇത് കിട്ടണില്ല. അവസാനം വടിച്ചെടുക്കേണ്ട വന്നു. അപ്പൊ ചില പാത്രങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിന്റെയോ അങ്ങനെ വിട്ടുപോരുന്ന പാത്രത്തിലാണ് കുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വായിച്ചിട്ടുണ്ട്, ചേച്ചി അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ പാത്രം അനുസരിച്ച് മാറ്റം വരും കേട്ടോ. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം അങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കി, ഒരുപാട് ആദ്യം ഇടണ്ട, ആദ്യം ഒരെണ്ണം ഇട്ട് കൊടുത്ത് നോക്കുക, നമ്മുടെ പാത്രത്തിൽ ഒട്ടി പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ബാക്കിയുള്ളത് ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് പണി മുഴുവനും വെള്ളത്തിലായി മാറും. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കറക്റ്റാണ് ചൂടൊക്കെ. ഇത് നമുക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം ബാക്കി ഒരു 3-4 എണ്ണം ഒരുമിച്ച് ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പൊട്ടിയിട്ടൊന്നുമില്ല. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന വെച്ചാൽ അങ്ങ് പൊട്ടിപ്പോകും നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അത് ശ്രദ്ധിക്കണം. നല്ല ഭംഗിയുള്ള ഗുലാബ് ജാമുന്റെ പെർഫെക്റ്റ് കളർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കോരി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ ആ ചൂടുള്ള സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കോരി മാറ്റി വെച്ചിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുത്താലും മതിയാകും. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ റെഡി ആയിട്ടുള്ളത് കോരി മാറ്റിയൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി വെക്കാൻ പോവുകയാണ്. ഒരുമിച്ച് നമുക്ക് ചൂടുള്ള സിറപ്പിലോട്ട് ഇടാം. ഒരു 3-4 എണ്ണം അറ്റ് എ ടൈമിൽ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ളത് അടച്ചു വെക്കാൻ മറക്കരുത്. ഓക്കെ, ഒരു 6 എണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ ഒരു കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കോരി മാറ്റി ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അതിനുശേഷം എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ചൂടുള്ള സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല കളറായിട്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മൾ ആദ്യം വറുത്ത് ഒരു സാധനം ആവി കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതിന്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നന്നായി കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. ഈ സംഭവമാണ് ഉള്ളിലോട്ടാകുമ്പോൾ ആ ഷുഗറൊക്കെ ഇങ്ങനെ വലിച്ച് കുടിച്ചിട്ട് എന്ത് രസമായിട്ട് ആലോചിച്ച് നോക്കും നിങ്ങളൊന്ന്. ഓക്കെ, കൊതിപ്പിക്കുന്നില്ല. അപ്പൊ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇത് ലാസ്റ്റ് ബാച്ചാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് 1 കപ്പ് പൊട്ടറ്റോയിൽ നിന്ന്, അതായത് 2 മീഡിയം അല്ലെങ്കിൽ ഒരു വലിയ പൊട്ടറ്റോയിൽ നിന്ന് നമുക്ക് 20 ഗുലാബ് ജാമുനൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയ ഗുലാബ് ജാമുൻ ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് സെയിം റെസിപ്പി തന്നെ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചും ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചും ചെയ്യാം. അത് കുറച്ചും കൂടെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം മധുരക്കിഴങ്ങിന് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. എൻ്റെ അടുത്ത് മധുരക്കിഴങ്ങ് ഇല്ല. പിന്നെ പൊട്ടറ്റോ ആണല്ലോ എല്ലാവരെയും എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ പൊട്ടറ്റോ വെച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ പ്രസന്ന ചേച്ചി ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഈ ഒരു വിഭവം പറഞ്ഞു തന്നതിന്. ഗുലാബ് ജാമുൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള സിറപ്പിലോട്ട് നമുക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചൂടുള്ള സിറപ്പിന് മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് 1-2 മണിക്കൂർ ഇരുന്നോട്ടെ. അപ്പൊ നന്നായിട്ട് അങ്ങ് ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര ലൈനിങ് കുടിച്ചോളും. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുഴിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മുങ്ങിക്കിടന്നോളും. കാരണം ഇതിപ്പോൾ പകുതി മുങ്ങിക്കിടക്കുന്നുള്ളൂ. അപ്പൊ ഞാനൊരു കുഴിയുള്ള പാത്രത്തിലോട്ട് ആക്കട്ടെ ഇത് മൊത്തത്തിൽ. അതിനുശേഷം നമുക്ക് 2 മണിക്കൂറിന് ശേഷം നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം ഷുഗർ സിറപ്പ് ആയിട്ടുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കിനും ഇവിടെ തിരക്കായി. അപ്പോൾ ഞാനിവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരിപ്പുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ വിത്ത് കെയർ. ഇതൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അങ്ങ് ഒരു വേറെ പാത്രത്തിലോട്ട് അങ്ങ് ഭയങ്കര ഫോഴ്സിൽ അങ്ങോട്ട് ഒഴിച്ച് ആ തട്ടിയ ഭാഗം ഇങ്ങനെ അമങ്ങിപ്പോയി, ബോൾ അമങ്ങുന്ന പോലെ അമങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മൾ പതുക്കെ സ്പൂൺ കൊണ്ട് ഓരോന്നും ആ ലിക്വിഡിലോട്ട് ഇടണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇനി കുറച്ചും കൂടെ നേരം സത്യം പറഞ്ഞ് ഇരിക്കേണ്ടതാണ്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം എടുത്ത് നിങ്ങൾക്ക് കാണിക്കണമെന്ന് മാത്രം. ഇപ്പൊ ഇതുപോലെ നല്ല ഗുണ്ടുമണിയായി ഇരിപ്പുണ്ട്.
കണ്ടാ ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ട കറക്റ്റ് ആയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. മധുരം എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ കൂടുതലാണ്, മീഡിയം മധുരമാണ് എന്ന പോലും എനിക്ക് കൂടുതലാണ്. അപ്പം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിന്റെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഗുലാബ് ജാമിനെ പോലെ നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഈസി വേർഷൻ എന്ന് മാത്രം. നോർമലായിട്ടുള്ള ഗുലാബ് ജാമുൻ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്വീറ്റ് കഴിക്കാൻ തോന്നുമ്പോൾ നമ്മളെ കയ്യിലുള്ള പൊട്ടറ്റോ വെച്ച് ചെയ്യുന്ന ഒരു ഗുലാബ് ജാമുൻ ഒരു വെറൈറ്റി ആയിട്ട്, അല്ലാതെ മറ്റേതായിട്ട് കമ്പയർ ചെയ്തിട്ട് അയ്യോ അത് അതിന്റെ ടേസ്റ്റ് ഇല്ല നിങ്ങൾ പറയാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ചിട്ട ഞാൻ അതിന്റെ ഉള്ളിലത്തെ ഭാഗം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗുലാബ് ജാമുൻ എന്താ മുറിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ട് ഉള്ളിൽ ഇങ്ങനെ കുറച്ചും കൂടെ സോക്കാവനുണ്ട് കേട്ടോ. ഉൾവശം കണ്ടില്ലേ, നല്ലോണം ഷുഗർ സിറപ്പ് ഇങ്ങനെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തു. എനിക്ക് വീഡിയോ ഇടാൻ സമയമായി. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ നേരം, അതുപോലെ തന്നെ പിള്ളേർക്കും തിരക്കായി. അപ്പോൾ കുറച്ചും കൂടെ നേരം ഇരിക്കണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പം അതിനൊരു വായ കഴിച്ച് നോക്കട്ടെ. ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. സംഭവം സൂപ്പറായിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും മധുരം കൂടുതലാണ് കേട്ടോ. അപ്പം 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ 1.25 കപ്പായാലും കുഴപ്പമില്ല. മീഡിയം മധുരം 1.25 കപ്പ് ഇട്ടാൽ മതിയാകും. 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലാണ്. പക്ഷെ ശരിക്കും ഗുലാബ് ജാമുൻ അല്ലെങ്കിൽ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് 1.5 കപ്പ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. നമ്മുടെ പ്രിയപ്പെട്ട ഈസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഞെളങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ സ്പൂൺ കൊണ്ട് ഓരോന്നും ഷുഗർ സിറപ്പിലോട്ട് മാറ്റിയാൽ മതി. അല്ലാണ്ട് തിരക്ക് പിടിച്ചിങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞളങ്ങിപ്പോവും. അത് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. പിള്ളേർ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഹാപ്പി ദിവാലി, എൻജോയ്. അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. റാഗി ദോശ പോലെ മില്ലറ്റ് ഡയറ്റ് ഭയങ്കരല്ലേ. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. കഴിച്ചു നോക്കിട്ട് ഞാൻ അതിലോട്ട് പതുക്കെ മാറാം. ഇതുണ്ടാക്കുമ്പോ എനിക്ക് കഴിക്കാലോ ബാക്കി. നൈസ് ദോശ നല്ലത് കട്ടി ദോശയാണോ അല്ല? അതാണ് എനിക്ക് തോന്നിയത്. അത് കുറച്ച് പെട്ടെന്ന് മറ്റേത് ഇങ്ങനെ പെട്ടെന്ന് വിറങ്ങലിക്കണ പോലെ. ഇതിന് കട്ടി ദോശ തന്നെ നല്ല സോഫ്റ്റ്നെസ് വരും. അപ്പോ നിങ്ങൾക്ക് പതുക്കെ ഞാൻ മില്ലറ്റ് റെസിപ്പീസുമായിട്ട് വരാം. മാസത്തിൽ ഒരിക്കലും 1 മില്ലറ്റോ അല്ലെങ്കിൽ 2 ചെയ്യാല്ലേ. ആവശ്യമുള്ളവര് കഴിക്കുക. കുറെ പേര് PCOD ഉള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ അടുത്ത്. അപ്പൊ ഇപ്പോഴാണ് അതിന്റെ ഒരു സമയം തോന്നുന്നു. ഞാനും